ഇലക്ഷനൊക്കെ ഇങ്ങനെ അടുത്തിരിക്കുകയല്ലേ. അപ്പൊ നമ്മുടെ കത്രികമായിട്ട് നടക്കുകയാണ് നമ്മുടെ വീണ ചേച്ചി. എവിടെ റിബൺ ഉണ്ടോ അവിടെ മുറിക്കാനൊക്കെ നടക്കുകയാണ്. അപ്പൊ വയറ്റിൽ മാത്രമല്ല കയ്യിൽ കത്രിക കൊണ്ട് നടക്കുന്ന വീണ ചേച്ചിയുടെ എന്താണ് രോദനവും വേദനയും നമ്മൾ ഇവിടെ കാണാതെ പോകരുത്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഇന്നലെ കോഴഞ്ചേരി പാലം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കിടന്ന് ഓടുന്ന വിഷയം. കാരണം ഇലക്ഷനൊക്കെ അല്ലേ, നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഉദ്ഘാടനം ചെയ്തു എന്ന് നമുക്ക് അവിടെ ഇവിടെയൊക്കെ എഴുതി വെക്കണമല്ലോ. അപ്പം പാലത്തിന്റെ പണി തീർന്നോ, ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായോ ഒന്നും അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ലിസ്റ്റ് ആണ് മുഖ്യം. അവിടെ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഉദ്ഘാടനം ചെയ്തു, എവിടെയെങ്കിലും ഒക്കെ റിബൺ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടി നമുക്ക് അതൊരു കത്രയും കൊണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉദ്ഘാടനമായി. പക്ഷെ ജനങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടോ ഇല്ലെന്നൊന്നും നോക്കേണ്ട യാതൊരു കാര്യവും കടമയും ഇല്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു ഇടത് മുന്നണിയുടെ ഒരു നയം എന്ന് പറയുന്നത്. അപ്പൊ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. ഇന്നലെ ഉദ്ഘാടന ചടങ്ങിനോട് നടന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ കാണുക. പിന്നെ എന്താണ് പറയാനുള്ളത്, ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുക. എന്താണ് നമുക്ക് ഇന്നലെ വീണ ചേച്ചി ദ്രുതഗതിയിൽ ചെയ്ത ആ ഒരു ഉദ്ഘാടനം കാര്യങ്ങളുടെ വിശേഷങ്ങൾ അതിസമ്പുഷ്ടമാണ്. ആ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 8 വർഷം മുൻപ് തറക്കല്ലിട്ടതാണ് കോഴഞ്ചേരി പാലത്തിന്. പണി ഇഴഞ്ഞിഴഞ്ഞ് അവസാന ഘട്ടമെത്തി. വൈകിട്ട് 5 മണിക്ക് ഉദ്ഘാടനം പ്രഖ്യാപിച്ചു. ആദ്യം ഇറങ്ങിയ പോസ്റ്റർ കോഴഞ്ചേരി പാലം ഉദ്ഘാടനം. കുറച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിക്കടക്കം ബോധ്യപ്പെട്ടു പാലം ഉദ്ഘാടനം വലിയ തിരിച്ചടിയാകും, അതുകൊണ്ട് അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്യാമെന്ന് പുതിയ പോസ്റ്റർ ഇറക്കി. ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത് വൈകിട്ട് 5 മണിക്ക്. അപ്പോഴാണ് 4 മണിക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത് അറിഞ്ഞത്. ഉടൻ ഉദ്ഘാടനം 2:30-ആക്കി. 8 വർഷം മുമ്പ് തുടങ്ങിയ ഒരു പരിപാടിയും പദ്ധതിയുമാണ്. അവിടെ ഓടിപ്പടച്ച് ഉദ്ഘാടനം ചെന്നപ്പോഴത്തേക്ക് പലതും തുരുമ്പും എല്ലാം എടുത്ത് ജീർണിച്ച് കഴിഞ്ഞിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നത്, ഇനി പെയിന്റിങ് മാത്രം ബാക്കിയുള്ള ഒരു പാലത്തിന്റെ ദൃശ്യമാണ്. ഉദ്ഘാടനത്തിന് ചെന്ന ഒരു അവസ്ഥയാണിത്. അപ്പം ഇത്രയൊക്കെ ഇവിടെ ഉള്ളൂ. അതിനകത്തുനിന്നെല്ലാം കൈയിട്ട് വാരി അഴിമതി നടത്തി കാര്യങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഒരു പിണ്ണാക്കും കിട്ടിയില്ല. ഇത് ഉദ്ഘാടനം കഴിഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതുവഴി വണ്ടിയും കാര്യങ്ങളൊക്കെ പോയിട്ട് നാളെ അതിന്റെ പില്ലർ തകർന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തന്നെ പോയി. ഇനി എന്താണ്, ഇനി അടുത്ത ഇലക്ഷൻ വന്നില്ലേ, ഏക്കാലും ഞങ്ങൾ ഈ തവണ 3.0 കയറുമെന്ന് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പൊ അത് പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമരം നടത്താനുള്ള ഒരു പദ്ധതി ആയില്ലേ. എന്ത് 2008 ഞങ്ങൾ തുടർന്ന് വെച്ചതാണെങ്കിലും വേറെ ഏതെങ്കിലും ആൾക്കാർ ഇത് ഈ ഭരണത്തിലോട്ട് കയറി കഴിഞ്ഞാൽ അതങ്ങനെ പൊളിഞ്ഞു പോയെന്ന് വിചാരിക്കുക. നമുക്ക് അടുത്ത ഭരണത്തിൽ കയറിയവരുടെ തലയെ കൊണ്ട് വെക്കാലോ. അപ്പൊ എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സമരം ഉണ്ടാക്കാം, പിന്നെ അന്നൊരു ഹർത്താലും പരിപാടിയൊക്കെ ആക്കും. പക്ഷെ നമ്മളത് ഉദ്ഘാടനം ചെയ്യും എന്നാണ് ഇന്നത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് ഘോരഘോരമായിട്ട് ഇവരുടെ ഒരു അനുനായി പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. പാലത്തിന്റെ പണി കഴിഞ്ഞു, പെയിന്റിംഗ് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞത്. കോഴഞ്ചേരി പാലത്തിന്റെ അവിടെ ഇനി പെയിന്റിംഗ് അല്ലേ ബാക്കിയുള്ളൂ. ബാക്കി അവിടുത്തെ പ്രധാന നിർമ്മാണ പ്രവർത്തനം എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കോഴഞ്ചേരിയിൽ ചെന്നപ്പോൾ കണ്ടത് പണി പലതും ബാക്കി കിടക്കുന്നതാണ്. എന്തായാലും ഒരു സ്കൂട്ടറിലും തൂണിലുമായി റിബൺ വലിച്ചു കെട്ടി 3:30-ക്ക് തന്നെ മന്ത്രി അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തു. അതല്ല സ്വന്തം കെട്ടിയവൻ ജോർജേട്ടൻ തന്നെ പറഞ്ഞത്, ഇനി ഈ പെണ്ണുമ്പിള്ള ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറക്കത്തില്ലെന്ന്. കാരണം അതുമാതിരി നാണക്കാരാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ റിബൺ അവിടെ എവിടെങ്ങാണ്ടുള്ള ഒരു സ്കൂട്ടറിലും കെട്ടിവെച്ച് ഒരു തൂണിലും കെട്ടിവെച്ച് മുറിച്ചു. സംഭവനാണെങ്കിലും എന്താണ്, റിബന്റെ നടുക്ക് വശം മാത്രം ഈ ക്യാമറ സ്ക്രീനിൽ കണ്ടാൽ പോരെ, അതേ റിബൺ എവിടെ കെട്ടിവെച്ചു എന്നൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു അവസ്ഥ എന്താണെന്നറിയത്തില്ല. ഈയിടയ്ക്കായിട്ട് ഈ ചേച്ചി കുറെ അധികം ഏറിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഒന്ന് കണിയാൻ വെച്ച് ഒന്ന് ദോഷമൊക്കെ നോക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു 8-10 വർഷമായിട്ട് ഇവർ ഈ ഭരിച്ചിട്ട് ഇവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടം ഇതിനേക്കാളും കൂടുതൽ പരിപാടി നടത്തി. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ 5 വീടിന് തറക്കല്ല് ഇടിയിച്ച് 3 വീടിന്റെ താക്കോൽദാനം എല്ലാം നടത്തി കഴിഞ്ഞു. അപ്പം എന്തൊരു ശോകമാണ് ഇവർ ഈ ഭരണം എന്നൊക്കെ ഇതിനകത്തും തന്നെ വളരെ വ്യക്തമാണ്. ഇവിടെ ഈ ഒരു പാലത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മൊത്തം തുരുമ്പെടുത്ത് അത് പില്ലറൊക്കെ ഏത് രീതിയിലാണ് ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നത് അറിയത്തില്ല. അതിനകത്തെല്ലാം കമ്പിയെല്ലാം ദ്രവിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ ഇതിലൂടെ നമ്മൾ നാളെ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നാളെ ജനങ്ങൾക്ക് എന്ത് സേഫ്റ്റിയാണ് കിട്ടുന്നത്, എന്ത് മണ്ണാങ്കട്ടയാണ് ഇതിനകത്ത് ഇനി എന്തായാലും സിമെന്റ്, എന്തായാലും മണല്, എന്തായാലും ഇതിനകത്തെല്ലാം കൈയിട്ട് വാരിയത് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴേ അറിയുള്ളൂ. പിന്നെ നമുക്കറിയാം ശബരിമല നമ്മുടെ ദ്രൗപദി മുർമു വന്നപ്പോഴത്തേക്ക് തലേദിവസം കോൺക്രീറ്റ് ചെയ്ത പാർട്ടികളാണ് ഇവിടെ ഉള്ളത്. ആ കോൺക്രീറ്റ് ചെയ്തതിനാണെങ്കിൽ എത്ര കണ്ട ലക്ഷം രൂപ എഴുതിയെടുക്കുകയും ചെയ്തു. ജസ്റ്റ് ഇത്ര ഒരു സ്ക്വയർ ഫീറ്റ്, ഒരു 300 സ്ക്വയർ ഫീറ്റ് പോലും ഇല്ല അത് കോൺക്രീറ്റ് ചെയ്തെടുത്തതിന്. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും. പിന്നെ ഇവിടുത്തെ എഞ്ചിനീയറിന്റെ പറയുകയാണെങ്കിൽ ഒന്നും പറയാനൊന്നുമില്ല. ഇതൊക്കെയാണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ചിന്തിച്ചിട്ട് നമുക്കിനി വരാനിരിക്കുന്ന ഇനി ഒരു ദുരിതം കൂടെ എടുത്ത് തലയിൽ കയറ്റി വെക്കരുത്.
എന്തായാലും ശബരിമല സ്ത്രീ വിഷയത്തിൽ അവന്മാർ ഒരു നിലപാട് മാറ്റി ചവിട്ടിയിട്ടുണ്ട്. ഇപ്പം സ്ത്രീകൾ കയറണ്ട എന്നുള്ള ഒരു ആക്കി ആ രീതിയിലൊക്കെ പറഞ്ഞു വെച്ച് വരുന്നുണ്ട്. അപ്പം അടിമൂടി കയ്യിൽ നിന്ന് പാളി നിൽക്കുന്ന അവസ്ഥയാണ് എന്തൊക്കെയൊക്കെ ആയാലും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.